8ാം ക്ലാസ്സിലെ വർഗസമവാക്യങ്ങൾ എന്ന പാഠഭാഗത്തിലെ 40ാമത്തെ പേജിലെ ഉത്തരമാണ് ഇന്നത്തെ ക്ലാസ്സിൽ വിശദമാക്കുന്നത്. വർഗസമവാക്യങ്ങളിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന വർഗസമവാക്യം എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ, എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ എന്നാണ് അല്ലെ. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy എന്ന് പറയുന്നതും എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നതും തുല്യമാണ്, സെയിം ആണ്. അപ്പൊ നമുക്ക് ഇതേപോലെ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയറിന് പകരം ഇവിടുത്തെ വൈക്ക് പകരമായിട്ട് 1/2 എന്ന് യൂസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? 1/2, അതായത് എക്സ് പ്ലസ് 1/2 ഹോൾ സ്ക്വയർ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇതേപോലെ എക്സ് സ്ക്വയർ പ്ലസ് 2xy എന്ന് പറയുമ്പോൾ എക്സ് വൈ ഇത് രണ്ടും ഇൻറ്റു ചെയ്ത് അതിന്റെ ഇരട്ടിയാണ് അല്ലെ. അപ്പൊ 2ന്റെ സ്ഥാനത്ത് 2 എന്ന് തന്നെ കൊടുക്കാം. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എക്സ് തന്നെ, വൈയുടെ സ്ഥാനത്ത് 1/2 എന്നാണ് ഉള്ളത്. പ്ലസ് വൈയുടെ സ്ഥാനത്ത് 1/2 ആയതുകൊണ്ട് 1/2 സ്ക്വയർ എന്ന് കൊടുക്കാം. അപ്പൊ ഇതിനെ ഒന്നും കൂടെ മാറ്റി എഴുതിയാൽ എന്താ വരിക? എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1 എന്ന് വെച്ചാൽ എന്താ? 2 ഇൻറ്റു എക്സ് പറഞ്ഞ 2x ഇൻറ്റു 1 2x തന്നെ അല്ലെ. ഏത് സംഖ്യയും 1 കൊണ്ട് ഇൻറ്റു ചെയ്താൽ ആ സംഖ്യ തന്നെയല്ലേ കിട്ടുക. അപ്പൊ 2x ബൈ 2 പ്ലസ് 1/2 സ്ക്വയർ എന്ന് വെച്ചാൽ 1 സ്ക്വയർ ബൈ 2 സ്ക്വയർ അല്ലെ. അപ്പൊ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1, 2 സ്ക്വയർ എന്ന് വെച്ചാൽ 4 അല്ലെ. അപ്പൊ ഇതിൽ നമുക്ക് ഒന്നും കൂടി മാറ്റി എഴുതാം. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 2x ബൈ 2 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ബൈ 2 എന്ന് പറഞ്ഞാൽ പകുതിയാണല്ലേ. അപ്പൊ 2xന്റെ പകുതി എത്രയാണ്? x ആണ്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1/4 എന്നാണ് നമുക്ക് ഇതിന്റെ വിപുലീകരണത്തിൽ എക്സ്പാൻഷനിൽ കിട്ടുക. എക്സ് പ്ലസ് 1/2 സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1/4 ആണ്. അതായത് ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഈ വൈയുടെ സ്ഥാനത്ത് 1/2 ആണ് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് കിട്ടിയത് എന്താ? എക്സ് സ്ക്വയർ, ഈ ആദ്യത്തെ സംഖ്യയുടെ സ്ക്വയർ, പിന്നെ ആ സംഖ്യ തന്നെ എഴുതുന്നു അല്ലെ. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് ലാസ്റ്റ് ഇവിടെ 1/2 ആയതുകൊണ്ട് 1/2ന്റെ സ്ക്വയർ 1/4. ഇത് ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് ഒരു മിക്സഡ് നമ്പറിന്റെ ഫ്രാക്ഷൻ പാർട്ട് 1/2 വരുന്ന സംഖ്യകളുടെ സ്ക്വയർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതായത് ഒരു 1/2 സ്ക്വയർ, 1/2ന്റെ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇതുപോലെ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതാം? 1/2 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? 1 പ്ലസ് 1/2 എന്ന് എഴുതാം അല്ലെ. അപ്പൊ സ്ക്വയർ ആയതുകൊണ്ട് 1 പ്ലസ് 1/2 സ്ക്വയർ. ഇതുപോലെ ഈ രൂപത്തിലാണല്ലോ ഉള്ളത്. എക്സ് പ്ലസ് 1/2 ഹോൾ സ്ക്വയറും 1 പ്ലസ് 1/2 ഹോൾ സ്ക്വയറും ഒരേപോലെ ഉണ്ട് അല്ലെ. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 1 ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഐഡന്റിറ്റി യൂസ് ചെയ്തുകൊണ്ട്, ഈ സമവാക്യം യൂസ് ചെയ്തുകൊണ്ട് നമുക്കിത് വിപുലീകരിക്കാം. അപ്പൊ എക്സ് പ്ലസ് 1/2 ഹോൾ സ്ക്വയർ എന്താണ്? എക്സ് സ്ക്വയർ, ആദ്യത്തെ സ്ക്വയർ, പിന്നെ ആ സംഖ്യ തന്നെ കൂട്ടുന്നു, പിന്നെ 1/4. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 1 സ്ക്വയർ പ്ലസ് പിന്നെ വീണ്ടും ആ സംഖ്യ തന്നെ കൂട്ടുക, പിന്നെ 1/2 സ്ക്വയറിന് 1/4 എന്ന് എഴുതിയാൽ മതി അല്ലെ. അതായത് 1 സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1, പിന്നെയും 1 ആഡ് ചെയ്യുമ്പോൾ 2 പ്ലസ് 1/4 എന്ന് വെച്ചാൽ 2 1/4 എന്നതാണ് 1/2 സ്ക്വയറിന്റെ ആൻസർ. ഇതേപോലെ നമുക്ക് 2 1/2 സ്ക്വയർ എങ്ങനെ എഴുതാം? 2 1/2 സ്ക്വയർ. ഇങ്ങനെ ഒന്നും വിശദീകരിച്ച് എഴുതിയില്ലെങ്കിലും നമുക്ക് വേഗം ആൻസർ എഴുതാൻ വേണ്ടി പറ്റും. എങ്ങനെ എഴുതാം? 2 പ്ലസ് 1/2 സ്ക്വയർ ആണ് 2 1/2 അല്ലെ. അപ്പൊ 2 സ്ക്വയർ ഇതേപോലെ ഓർത്താൽ മതി. എക്സ് സ്ക്വയർ പ്ലസ് എക്സ്, അതായത് 2 സ്ക്വയർ പ്ലസ് 2 പ്ലസ് 1/4. അപ്പൊ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? 2 സ്ക്വയർ പ്ലസ് 2 പ്ലസ് 1/4. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4, 4 പ്ലസ് 2 6, 6 1/4 ആണ് ഇതിന്റെ ആൻസർ. അടുത്ത നമുക്ക് 5 1/2 സ്ക്വയർ എത്ര നോക്കാം. ഇതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്താ? 5 പ്ലസ്
1/2 സ്ക്വയർ. ഇതേപോലെ എങ്ങനെ എഴുതല്? 5 സ്ക്വയർ പ്ലസ് 5 പ്ലസ് 1/4 എന്ന് എഴുതാം അല്ലെ. അപ്പൊ 5 സ്ക്വയർ എത്രയാണ്? 25 ആണ്. 25 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ 30. 30 1/4 ആണ് ഇതിന്റെ ആൻസർ. അടുത്ത നമുക്ക് 10 1/2 സ്ക്വയർ എത്രയാണെന്ന് എഴുതാലോ. 10 1/2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 10 പ്ലസ് 1/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 10 സ്ക്വയർ പ്ലസ് 10 പ്ലസ് 1/4 ഈക്വൽ ടു എത്രയാ? 10 സ്ക്വയർ എത്രയാണ്? 100. 100നോട് 10 ആഡ് ചെയ്ത 110. 1/4 ഈക്വൽ ടു 110 1/4 ആണ് 10 1/2 സ്ക്വയറിന്റെ ആൻസർ. ഇതേപോലെ നമുക്ക് 25 സ്ക്വയർ കാണാം. 25 1/2 സ്ക്വയർ കാണാം. എങ്ങനെയാണ്? 25 പ്ലസ് 1/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25 സ്ക്വയർ പ്ലസ് 25. 25 സ്ക്വയർ എത്രയാ? 625 ആണ്. പ്ലസ് 25 എന്ന് പറഞ്ഞാൽ 650. അപ്പൊ 650 1/4 ആണ് 25 1/2 സ്ക്വയറിന്റെ ആൻസർ. അത് നിങ്ങൾ സ്വന്തം ചെയ്തു നോക്കണേ. അതായത് ഇവിടെ എഴുതിയിരിക്കുന്ന സംഖ്യകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഇതെല്ലാം മിക്സഡ് നമ്പേഴ്സ് ആണ്, അല്ലെങ്കിൽ മിശ്ര ഭിന്നങ്ങളാണ് അല്ലെ. അതിന്റെയൊക്കെ ഭിന്നസംഖ്യ ഭാഗം എത്രയാ? 1/2. ഇവിടെ 1/2 1/2 1/2 ആണ്. ഇതിന്റെയൊക്കെ വർഗത്തിലെ അതിന്റെ ഉത്തരത്തിൽ വരുന്ന പ്രത്യേകത നോക്കുക. അതിന്റെയൊക്കെ ഭിന്നസംഖ്യ ഭാഗം എത്രയാണ്? 1/4. ഇവിടെയും 1/4, 30 1/4, പിന്നെ 110 1/4 അല്ലെ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. എന്താണ്? ഒരു മിശ്രഭിന്നത്തിന്റെ ഭിന്നസംഖ്യ ഭാഗം 1/2 ആയ സംഖ്യയുടെ വർഗത്തിലെ അതിന്റെ ഭിന്നസംഖ്യ ഭാഗം എത്രയായിരിക്കും? അതിന്റെ ഉത്തരത്തിലെ ഭിന്നസംഖ്യ ഭാഗം 1/4 ആയിരിക്കും. മറ്റേ ഭാഗം കണ്ടുപിടിക്കുന്ന കാര്യം വ്യക്തമാണല്ലോ. ആ ഭിന്നസംഖ്യ ഭാഗം ഒഴികെയുള്ള സംഖ്യയുടെ വർഗവും ആ സംഖ്യയും കൂട്ടി 1/4 ചേർത്ത് എഴുതിയാൽ ആ സംഖ്യയുടെ വർഗം കിട്ടും അല്ലെ. അപ്പൊ ഇത് മനസ്സിലായല്ലോ എല്ലാവർക്കും. ഇനി ഈ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് 5ൽ അവസാനിക്കുക എന്ന് പറയുമ്പോ y-യുടെ സ്ഥാനത്ത് 5 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മാറ്റമാണ് വരുന്നത് നോക്കാം. x കൂട്ടണം 5 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു x സ്ക്വയർ. ആദ്യത്തത് x തന്നെ, x സ്ക്വയർ പ്ലസ് 2xy അല്ലെ. അപ്പൊ ഇത് രണ്ടും ഇൻറ്റു ചെയ്ത് അതിന് 2 കൊണ്ട് ഇൻറ്റു ചെയ്യാം അല്ലെ. അപ്പൊ 2 ഇൻറ്റു x ഇൻറ്റു 5 അല്ലെങ്കിൽ 5 പ്ലസ് 5 സ്ക്വയർ 5 സ്ക്വയർ എന്നാണ്. അപ്പൊ ഇതിനെങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? x സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 5 പറഞ്ഞാൽ 10 അല്ലെ. 10x പ്ലസ് 5 ഇൻറ്റു 5 സ്ക്വയർ 25 എന്നാണ്. നോക്ക്, ഇത് നമുക്കൊന്ന് കമ്പയർ ചെയ്താൽ എന്താ കിട്ടുക? എക്സ് സ്ക്വയർ, അതായത് ആദ്യത്തെ സംഖ്യയുടെ സ്ക്വയർ പ്ലസ് അതിന്റെ 10 മടങ്ങ് 10x 10 ടൈംസ് പ്ലസ് 25 എന്ന് ചെയ്താൽ മതി. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് 15ന്റെ അല്ലെങ്കിൽ 15 സ്ക്വയർ കണ്ടുപിടിക്കാം. 15 സ്ക്വയർ എങ്ങനെ എഴുതാം? 10 പ്ലസ് 5 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. അപ്പൊ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോ ഇവിടെ 10 ആണ്. അപ്പൊ 10 സ്ക്വയർ പ്ലസ് 10x എന്ന് പറയുമ്പോ 10 ഇൻറ്റു 10. 10 ഇൻറ്റു 10 എത്രയാ? 100 അല്ലെ. 10 ഇൻറ്റു 10 പ്ലസ് 5 സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? 10 സ്ക്വയർ എന്ന് വെച്ചാൽ 100 പ്ലസ് 100 പ്ലസ് 5 സ്ക്വയർ ഇസ് 25. ദാറ്റ് ഈസ് 225 ആണ് 15 സ്ക്വയർ അല്ലെ. നെക്സ്റ്റ് നമുക്ക് 25 സ്ക്വയർ എങ്ങനെ ഇതുപോലെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നോക്കാം. ഇത് ഓർത്ത മാത്രം മതി. എക്സ് സ്ക്വയർ, എക്സ് എന്ന് പറയുമ്പോ ഇവിടെ 25 എന്ന് പറയുമ്പോ 20 പ്ലസ് 5 ആണ് അല്ലെ. അപ്പൊ 20യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 20യുടെ സ്ക്വയർ 400 പ്ലസ് 10x ആണ്. 10x എന്ന് പറയുമ്പോ ഇവിടെ x 20 ആയിരിക്കും. x ഇൻറ്റു 20 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ എത്രയാ? 200 പ്ലസ് 5ന്റെ സ്ക്വയർ 25 ആണല്ലേ. അപ്പൊ 400ഉം 200ഉം ആഡ് ചെയ്താൽ 600. 625 ആണ്
25ന്റെ സ്ക്വയർ എന്ന് കിട്ടും. ഇതേപോലെ 35 സ്ക്വയർ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ കാണാം? ആദ്യം എക്സ് സ്ക്വയർ 35 പറഞ്ഞ 30യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 900 പ്ലസ് 10x അതായത് 30 into 10 എന്ന് പറഞ്ഞാൽ 300 പ്ലസ് 5ന്റെ സ്ക്വയർ 25. അപ്പൊ 900 പ്ലസ് 300 പറഞ്ഞ 1225. 1225 ആണ് 35ന്റെ സ്ക്വയർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് 5ൽ അവസാനിക്കുന്ന നമ്പേഴ്സിന്റെ എല്ലാം സ്ക്വയേഴ്സ് നമുക്ക് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇല്ലേ? പേജ് നമ്പർ 40 മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ എങ്ങനെ ചെയ്യുക? ആദ്യത്തെ ആ നമ്പറിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും നോക്കുക ആദ്യം. ഇപ്പൊ 15 ആണെങ്കിൽ 10 + 5 എന്ന് എഴുതാം. അപ്പൊ 10 ആണ് ഇവിടുത്തെ എക്സിന്റെ സ്ഥാനത്തുള്ളത്. അങ്ങനെ ഓരോ നമ്പറിനെയും സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 25 ആണെങ്കിൽ 20 + 5, 35 ആണെങ്കിൽ 30 + 5 അങ്ങനെ എഴുതിയതിനു ശേഷം നമുക്ക് ഈ ഒരു രൂപത്തിൽ x² + 10x + 25 ആണ്. അപ്പൊ ആദ്യത്തെ സ്ക്വയർ, പിന്നെ ആ സംഖ്യയെ 10 കൊണ്ട് ഇൻറ്റു ചെയ്യാം, പിന്നെ അതിനോട് 25 ആഡ് ചെയ്യാം. അപ്പൊ ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് 5ൽ അവസാനിക്കുന്ന നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് എല്ലാം എൻഡ് ചെയ്യുന്നത് 25ലായിരിക്കും. അത് ഓർത്ത് വെക്കുക. അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ.